ആണോ എന്നുള്ളതാണ് ചോദ്യം. പ്രവചനാതീതമാണോ മധു? സ്വാഭാവികമായും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഇന്നലെ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും കേരളം ആര് ഭരിക്കുമെന്ന് കണക്കുകൂട്ടി എഴുതാൻ പോകുന്ന പ്രവചന സിംഹങ്ങളും വിശ്വനാഥൻ ആനന്ദമാരും ഒക്കെ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതേ ബൂത്തുകളിലാണ് ഇവർ രാഷ്ട്രീയം പ്രവർത്തിച്ചിരുന്നത്. ഇതേ ബൂത്തുകളിൽ. എന്റെ സുഹൃത്തുക്കളെ, ഞാനിന്ന് മാധു എന്ന് പറയുന്ന ഈ ഒരു വാർത്ത അവതാരിക എത്ര കൃത്യമായിട്ടാണ് അല്ലെങ്കിൽ എത്ര രസകരമായിട്ടാണ് ഇവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചെന്ന് അത്ഭുതപ്പെട്ടു പോയി. ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പേഴ്സൻറ്റേജ് കൂടിയതുകൊണ്ട് UDF തന്നെയാണ് ജയിക്കുക എന്ന് പറയുന്ന ആ ഒരു തിയറി എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഈ മാധു പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് കോഴിക്കോടാണ് ഇവരെടുത്തു വെക്കുന്നത്. കോഴിക്കോട് 80 മുകളിലേക്ക് പലപ്പോഴും പല സമയത്തും ഈ പോളിംഗ് ശതമാനം പോയിട്ടുണ്ട്. പക്ഷെ 80 മുകളിലേക്ക് പോയ സമയത്ത് മുഴുവൻ LDFും ജയിച്ചിട്ടുണ്ട്, UDFും ജയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോളിംഗ് ശതമാനം കൂടിയത് കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം എന്ന് വെച്ചാൽ UDF മാത്രമാണ് ജയിക്കുക എന്ന് പറയുന്ന ആ സംഗതിയൊന്നും അത്ര പ്രവചിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല എന്ന് പറയുന്നു. എനിക്ക് ഇന്നലെ ഈ ചർച്ചയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് നമ്മുടെ ഇവരെയാണ്. അവരത് കണ്ടുനോക്കൂ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടാണോ വിഷയം എന്നുള്ള തെളിയും നോക്കിക്കോ. എനിക്കൊരു കാര്യമുള്ളൂ, വയനാട് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ വയനാട് ദുരന്ത ബാധിതരെ ഇതേപോലെ ടൗൺഷിപ്പിൽ ഈ നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ കയറ്റുമായിരുന്നോ? സുഹൃത്തുക്കളെ, ഇത് സ്മൃതി പരുത്തിക്കാട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപക്ഷെ VD സതീശനേക്കാൾ കൂടുതൽ ഈ കോൺഗ്രസിനോട് അപാരമായിട്ടുള്ള സ്നേഹമുള്ള ഒരു ചാനൽ പ്രവർത്തകയുണ്ടെങ്കിൽ അത് അത് സ്മൃതി പരുത്തിക്കാടാണ് എന്നാണ് എനിക്ക് തോന്നിപ്പോയത് കേട്ടോ. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇവരിത് ഇരുന്നിട്ട് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് വയനാട് വിഷയം എന്ന് പറയുന്നത് UDFന് അനുകൂലമായിട്ട് മാറിയ സംഭവം എന്നാണ്. എന്താണത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വീട് വെച്ച് കൊടുക്കാത്ത ഒരു പരിപാടി UDFന് അനുകൂലമായിട്ട് മാറുന്നത് എങ്ങനെയെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. എന്തായാലും അരുൺകുമാർ അസലായിട്ട് ഇതിന് ഉത്തരം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്ന് കേൾക്കണം കേട്ടോ. എനിക്ക് ഉറപ്പുണ്ടോന്ന് വെച്ചാൽ ജനം കൊടുത്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. ബീഹാറിൽ വലിയ പ്രളയം, ബീഹാറിലെ കാര്യം ഞാൻ കേരളത്തിലെ എനിക്ക് തർക്കമില്ല. എനിക്ക് ശരി 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 ഈ സ്മൃതി പരുത്തിക്കാട് എന്നിൽ പറയുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ആള് പറഞ്ഞിട്ട് അത് മുഴുമിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും രസകരമായ കാര്യം. സ്മൃതി പരുത്തിക്കാട് പറയുന്നുണ്ട്, കോൺഗ്രസ് ആയിരുന്നെങ്കിലും ആരായിരുന്നെങ്കിലും പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും അവിടെ വീട് വെച്ച് കൊടുക്കേണ്ടി വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് തന്നെ പണം പിരിച്ചിട്ടുണ്ട് ഒരു ആപ്പിലൂടെ, അവർ വീട് വെച്ച് കൊടുത്തോ എന്നൊരു മറുചോദ്യം വളരെ ഈസി ആയിട്ട് ഇവർക്ക് വരില്ലേ? ഇനി ഗവൺമെന്റ് തന്നെയാണ് വീട് വെച്ച് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ സുനാമിയുടെ കാലഘട്ടത്തിൽ ഇതേ കോൺഗ്രസ് തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പണം പിരിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ വീട് വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും ഇല്ല സുഹൃത്തുക്കളെ എന്ന് തന്നെയാണ് അവിടെ ഉത്തരം വരുന്നത്. ഇനി ബാക്കി കേൾക്കണം. നിങ്ങൾക്ക് അവസരം വരുമ്പോൾ നിങ്ങൾ ഉടനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകും. അവിടെയൊക്കെ കോൺഗ്രസ് പലരും BJPയിലേക്ക് പോയ കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ച കാര്യം. വീടുകളും ഈ വയനാട് പുനരധിവാസത്തിന് വീടുകളും താരതമ്യം ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അവരെന്തെങ്കിലൊക്കെ വിളിച്ചു പറയാന്നുള്ളൂ കേട്ടോ. ആ രണ്ട് വീടുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഗവൺമെന്റ് നിർമ്മിച്ച വീട് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ എന്താ പറയാ എല്ലാ സെക്യൂരിറ്റി ഉള്ള ഒരു വീടാണ്. എന്നാൽ ഓഖി ദുരന്ത സമയത്തൊക്കെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീടെന്ന് പറയുന്നത് പശുത്തൊഴുത്തായിരുന്നു സുഹൃത്തുക്കളെ. പട്ടികൾ പോലെ നേരുമ്പോൾ അതിന്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തത്. നമ്മുടെ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ചു കൊടുത്ത ഓഖിയുടെ വീടുകൾ, സുനാമി ബാധിതരായിട്ടുള്ളവരുടെ വീടുകൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയുമോ? എന്റെ അവസ്ഥ വളരെ മോശമാണ്. ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല വീടുകളിലും. അതാണോ ഇപ്പോൾ വയനാട് ടൗൺഷിപ്പിൽ നിർമ്മിച്ചു കൊടുത്ത വീട്? ടൗൺഷിപ്പിലേക്ക് കയറി താമസിക്കട്ടെ, അതുവരെ നോക്കൂ. ആ വീട് നോക്കൂ, ഇങ്ങനെ വേണ്ടി പറയാതിരിക്കും. അത് കയറി താമസിക്കുമ്പോഴേ അത് പൂർണ്ണമായും വീട് കൊടുത്തു എന്ന് അർത്ഥമാകുന്നുള്ളൂ. താമസിക്കട്ടെ, വെള്ളവും വെളിച്ചവും ആയിട്ടില്ല. എന്താണ് താമസം? 2 വർഷത്തിൽ ഇത്രയും സമയം എടുത്ത എങ്ങനെയാണ്? 2 വർഷോ? എന്നാ ഭൂമി കിട്ടുന്നത്? കേസ് അവസാനിക്കുന്നത്? കണ്ടില്ലേ,
ഇതാണ് ഞാൻ ഇവരുടെ തൊട്ടു മുമ്പ് തന്നെ മാധു എന്ന് പറയുന്ന ഒരു വാർത്ത അവതാരിക ഞാൻ കാണിച്ചു തന്നത്. അവര് കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് സംസാരിക്കുന്നു. ഇവര് എന്തെങ്കിലും വായിൽ തോന്നി കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വലിച്ചെറിയുകയാണ്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെന്നോ ഒരു കണക്കുകളൊക്കെ തൊട്ടപ്പുറത്തെ ആളുകൾ കയ്യിലുണ്ടാവുമെന്നോ. ഇനി ഇതാണ് ഇവരുടെ ചാനൽ സ്ട്രാറ്റജി എന്ന് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. ഒരു പുനരധിവാസ ടൗൺഷിപ്പിന്റെ പേര് സ്മൃതിക്ക് പറയാം. ശരി, കേസുള്ള ഭൂമി തന്നെ എടുക്കണം ആരും പറഞ്ഞിട്ടില്ലല്ലോ. കേസില്ലാത്ത അല്ല, ഭൂമി നിങ്ങൾ തീരുമാനിച്ചല്ലേ? ഭൂമി വേണ്ടേ? ഇത്രയും വലിയ ഭൂമി ഭൂമി നമ്മളിവിടുന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങൊരു പ്ലാൻ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അല്ല ഞാൻ ഒരു കാര്യം ഇവിടെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ചാനൽ MD തന്നെ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഗവൺമെന്റ് അത് സമ്മതിച്ചാണ്. പക്ഷേ എല്ലാവർക്കും താമസിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സ്ഥലം അല്ല അത് എന്നുള്ളതാണ്. എന്തായാലും ഇവരതിനെ ഉത്തരം പറയുന്നു വിചാരിക്കും. കയ്യിൽ നിന്ന് ചില്ലി കാശ് വെച്ചൊരു വീട് ഇതേവരെ കടക്കുമ്പോഴും വയനാട് തന്നെ പറയാനുള്ള ആ തൊഴിലുണ്ടല്ലോ. കണ്ടില്ലേ, കലബല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു മാധ്യമ പ്രവർത്തകയാണ്. അത് വെറുതെ അവിടെ വന്നിരുന്നിട്ട് ഈ ചാനലിൽ റേറ്റ് കൂട്ടാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അരുൺകുമാറിന്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ ഇങ്ങനെ വായിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാനും വേണ്ടി മാത്രമുള്ളൊരു സ്ത്രീ അവിടെ കൊണ്ടുവരുത്തിക്കുകയാണോ? മുന്നേ ചോദിച്ച പോലെ ഇതാണ് ഇവരുടെ ചാനൽ സ്ട്രാറ്റജി എന്നൊക്കെ തോന്നിപ്പോവും. അടുത്തതും ഇങ്ങനെ തന്നെയാണെന്നേ. ഞാനും നിങ്ങളും അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു. അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ അവരെ 130 പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കോൺഗ്രസിന്റെ വീട് പ്രതീക്ഷിച്ച് വാടക വീട്ടിൽ കഴിയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കണക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ കണക്ക് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. കോൺഗ്രസ് വീട് കൊടുക്കുമെന്ന് വിചാരിച്ച് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് 130 പേരാണ്. 130. സ്വരാജൊക്കെ പറഞ്ഞനുസരിച്ചിട്ട് ആ പണം എടുത്തിട്ടാണത്ര ഈ കോൺഗ്രസ് ഈ ഇലക്ഷൻ നടത്തിയത്. എന്ത് ചെയ്യും? കേക്കണം. ആ 130 പേര് എന്ത് ചെയ്യണം? ഖജനാവിൽ മിണ്ടാട്ടമില്ലാട്ടാ. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? വീട് പണി തുടങ്ങിയെന്ന്. പിന്നെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത്? വീട് പണിക്കുള്ള പൈസ ഇല്ലെന്ന്. ഇതൊക്കെ പിന്നെ വിശദീകരിച്ചതാണ്. ആര് വിശദീകരിച്ചു? രണ്ടുപേരും ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഇന്നലെ വരെ അല്ലല്ല, ഇതാണ് യഥാർത്ഥത്തിൽ ഭയങ്കര കഷ്ടം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാല് ഇവര് ഭയങ്കര ദുരന്തമാണൊക്കെ തോന്നിപ്പോയി. ആ ദുരന്തമാണ് തോന്നിപ്പോവാൻ വേണ്ടി കാരണമുണ്ടായ ഒരു വർത്തമാനം കൂടി ഇവരെ വായിൽ നിന്നുണ്ടായി. സ്മൃതി പരുത്തിക്കാടിന്റെ. എനിക്ക് ഇവരോട് പേഴ്സണൽ ഗജ്ജൊന്നുമില്ല. ഞാനൊക്കെ പറയുന്നത് വിമർശിക്കുക എന്നുള്ളതാണ്. ഒരു ചാനൽ വന്നിരുന്നിട്ട് ഒരു ലക്കും ലഗാനില്ലാതെ, ഒരു കണക്കുമില്ലാതെ, ഒരു ഡാറ്റയും ഇല്ലാതെ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ലോജിക്കും ഇല്ലാതെ സംസാരിക്കുക. ഒരു ലക്ഷങ്ങൾ കാണുന്ന ഒരു ചാനലിലെ ഒരു അവതാരിക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരു വെറും കോൺഗ്രസ്സുകാരായിട്ട് ഇവർ താഴ്ന്നു പോവുകയാണോ? ഇനി എങ്ങോട്ടാണ് ഈ താഴ്ന്നു പോകുന്നത് എന്ന കൂടി നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതിന്റെ ഒരു എൻഡാണ് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത് കേട്ടോ. എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഇവിടെ റോഡ് വന്നില്ലേ, വികസനം വന്നില്ലേ, ഞങ്ങൾ പെൻഷൻ തന്നില്ലേ എന്ന വാദം കൊണ്ട് അത് മറികടക്കാൻ കഴിയില്ല. ഇനി മുദ്രാവാക്യത്തിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട്. സർക്കാർ മുന്നോട്ട് വെച്ച LDF അല്ലാതെ മറ്റാരെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളല്ലാതെ നിങ്ങൾക്ക് ആരാണ് വേറെ നിങ്ങൾക്ക് കാര്യങ്ങൾ തരാനെന്ന് പറയുമ്പോൾ അതിലൊരു ധാർഷ്ട്യത്തിന്റെ ഭാവമുണ്ട്. അതൊരു ശരിയായ മുദ്രാവാക്യമാണോ എന്നുള്ളതും ഞാൻ സംശയിക്കുകയാണ്. ഇവിടെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഫാഷിസ്റ്റ് ചായ്വുള്ള ഒരു ഇതേ ഒരു ഡയലോഗ് ഇവർക്ക് മുമ്പ് ആ മൗദീജ് ചാനലിൽ മീഡിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടുള്ള വർത്തമാനമാണോ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ പിടുത്തമില്ല. എന്നാൽ രണ്ടുപേരും ഒരേ പാതയിലാണോ നീങ്ങിപ്പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു UDF പാതയിലാണ് നീങ്ങിപ്പോകുന്നത്. ഇതുവരെ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു പക്ക കോൺഗ്രസ്സുകാരി, ഒരു ഡാറ്റയുമില്ലാതെ, ഒരു ലോജിക്കുമില്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് അരുൺകുമാറും മറ്റും പറയുന്ന ആളുകളൊക്കെ
കേൾക്കുന്ന എല്ലാ തരത്തിലുള്ള ഡാറ്റ വെച്ചിട്ടുള്ള ചീത്ത പറച്ചിലും കേട്ടിരിക്കാവുന്ന, അതിന്റെ ഭാഗമായിട്ട് ചാനലിന് റേറ്റ് കൂട്ടി കൊടുക്കാനും വേണ്ടി മാത്രമുള്ള ഒരാളാണോ ഇവർ എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. എന്നാൽ തൊട്ടപ്പുറത്ത് മാധു സജി എന്ന് പറയുന്ന ഒരാളുണ്ട്. കണക്കുകൾ വെച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സ്ത്രീ. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് കാണാം. ബൈ.